السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسول الله وآله وصحبه وعطرته ومن والاه وبعد. സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. തആലൗ നുഅ്മിൻ സാഅ എന്ന വിഷയത്തിലാണ് ഈ പ്രഭാഷണം നടക്കേണ്ടത്. തെല്ലുനേരം ഈമാൻ കൊള്ളാൻ മുന്നോട്ട് വരിക എന്നർത്ഥം. റമളാനിൻ്റെ അവസാനത്തെ 10-ലാണ് നമ്മൾ. തെല്ലുനേരം ഈമാൻ കൊള്ളാൻ നമ്മളൊക്കെ സമയം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈമാൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് സാക്ഷാത്കരിക്കുന്ന പ്രയാസരഹിതമായ ഒരു കാര്യമാണ്. അതിന് കർമ്മങ്ങളില്ല, കർമ്മങ്ങൾ വേറെ. കർമ്മങ്ങളുടെയൊക്കെ ആത്മാവ് ഈമാനാണ്. ഈമാനില്ലാത്ത കർമ്മം അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുക, അതാണ് ഈമാൻ. ആ ഈമാൻ ധാരാളമായി കൂട്ടാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചുറ്റുപാടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈമാൻ കൂട്ടാൻ വളരെ സഹായിക്കുന്ന ഒരു പരിശീലനമാണ് പരിശുദ്ധ റമളാൻ. ആ റമളാനിൻ്റെ ഹൃദയത്തിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ റമളാനിൽ നമ്മൾ കുറേയധികം തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാവും മനസ്സും ശരീരവും ഒക്കെ വളരെ പഥ്യത്തിൽ വെക്കാൻ, റമളാൻ ആരും കാണാത്ത ഒരു ഇബാദത്താണ്. കാണുന്ന ഇബാദത്തുകൾ ധാരാളമായി റമളാൻ കാലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം വേണ്ടത് തന്നെയാണ്. അസ്സൗമുലി വ അനല്ലദീ അജ്സീ ബിഹി എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുള്ളതാണ്. റമളാനാണ് നമ്മൾ ചെയ്യുന്ന മറ്റു കർമ്മങ്ങളെയും ഈമാനിൻ്റെ ചട്ടക്കൂട്ടിൽ പൂർണ്ണാർത്ഥത്തിൽ കൊണ്ടുവരുന്നത്. പക്ഷേ റമളാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ നമുക്കറിയാം, അത് കർമ്മകാര്യങ്ങളാണല്ലോ. അവയാണ് നമ്മൾ ഇബാദത്ത് എന്ന് വിളിക്കുന്നത്. ഈ ഇബാദത്തുകളൊക്കെ ബാഹ്യമാത്രമായിട്ട് നിർവഹിക്കപ്പെടുന്ന ചുറ്റുപാടിലാണ് നമ്മളുള്ളത്. നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെയും മനുഷ്യൻ്റെ സാർവത്രികമായിട്ട് ഉള്ള മനഃശുദ്ധിയും ഈമാനും ഇല്ല എങ്കിൽ അതിനൊരു ഫലം ഉണ്ടാവില്ല. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ലഖദ് അദ്റക്ന സലഫ വഹും ലാ യറൗനൽ ഇബാദത ലാ ഫി സിയാമി വലാ ഫി സ്വലാ വലാകിൻ ഫിൽ കഫി അൻ അറാദിൻ നാസ്. ഇത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ചില ഹദീസ് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. മറ്റാരോ പറഞ്ഞതാണ് എന്ന് ആ കാര്യത്തിൽ സംശയമുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ളവർ ഈ വചനം എടുത്തു വെക്കുന്നുണ്ട്. സലഫു സാലിഹീങ്ങൾ നോമ്പിലും നമസ്കാരത്തിലും അല്ല ഇബാദത്ത് കണ്ടിരുന്നത്. വലാകിൻ ഫിൽ കഫി അൻ അറാദിൻ നാസ്, ആളുകളുടെ മാനം സംരക്ഷിക്കുന്നതിലാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുക, അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക, ഇത് പാടില്ലാത്ത കാര്യമാണ്. ഈ ദുഷ്വൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലാണ് ഇബാദത്ത്, നിസ്കാരത്തിലോ നോമ്പിലോ അല്ല എന്ന്.
ആധ്യാത്മിക രംഗത്തുള്ള ആളുകളൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണിത്. നമ്മളും നേരെ ചൊവ്വെ ആലോചിച്ചാൽ അങ്ങനെ തന്നെ പറഞ്ഞു പോകും. അപ്പോൾ മനുഷ്യൻ സാമൂഹിക ജീവിതത്തിൽ സംശുദ്ധി നേടുക എന്നതാണ് ഇബാദത്തിൻ്റെ കാമ്പ്. അദ്ദുആഉ മുഖുൽ ഇബാദ എന്നുണ്ട്, നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പ്രാർത്ഥനയാണ് ഇബാദത്തിൻ്റെ ആത്മാവ്, അതിൻ്റെ ഉണ്മ. അങ്ങനെയുള്ള ഈ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നത് സാമൂഹിക ജീവിതത്തിൽ സംശുദ്ധി പുലർത്തുമ്പോഴാണ് എന്ന് മഹാന്മാർ പറഞ്ഞു വച്ചിരിക്കുകയാണ്. നോമ്പ് എന്തായാലും അങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. നോമ്പ് പരിചയമാണ്. നോമ്പ് നോറ്റിട്ടുള്ള ആളുകൾ അനാവശ്യ വർത്തമാനങ്ങൾ, ശ്ലീലതയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് സംസാരിക്കാനോ പെരുമാറാനോ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫലാ യർഫുസ് വലാ യസ്ഖബ്. അപ്പൊ സാമൂഹിക ജീവിതം വളരെ പരിഷ്കൃതവും വൃത്തിയുള്ളതുമായിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നോമ്പ് ഉൾപ്പെടെയുള്ള, നോമ്പ് നമുക്കും പടച്ച തമ്പുരാനും ഇടയിലുള്ള ഒരു രഹസ്യമാണ്, അതുപോലും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്, നാവുകൊണ്ട് മറ്റുള്ളവനെ നമ്മൾ ആക്ഷേപിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ പോലും നോമ്പ് മുറിഞ്ഞു പോകുമെന്നാണ്. അത് മുറിയുമെന്ന് അദ്ദേഹം ഇഹ്യാ ഉലൂമുദ്ദീനിൽ തീർത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉയർന്ന സാമൂഹിക ജീവിത പരിഷ്കാരങ്ങൾ നമ്മൾ സ്വാംശീകരിക്കുകയും നല്ല മനുഷ്യരായിട്ട് ജീവിക്കുകയും ചെയ്യുക, അതിനുള്ള പരിശീലനമാണ് ഒരു മാസം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അരങ്ങത്തുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് ഒരു മാസമോ അതിൽ താഴെ സമയം ഉണ്ടായാൽ ഒരു കാര്യം ഒരാൾ ആചരിക്കുമ്പോൾ ശീലമായി തീരുമെന്നാണ്. അതിനുവേണ്ടിയാണ് അള്ളാഹു ഒരു മാസം നിശ്ചയിച്ചിരിക്കുന്നത്. നല്ല സാമൂഹിക ജീവിതം സ്വീകരിക്കാൻ പഠിച്ച തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ ഈ സമയത്ത് ദ്വാരക്കുകയാണ്. തആലൗ നുഅ്മിൻ സാഅ, നമ്മൾ കുറച്ച് സമയം വിശ്വാസം കൊള്ളുക. നമ്മൾ ഈമാൻ കൊള്ളണം എന്ന് നമ്മളെ പഠിപ്പിച്ച മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറൻ എന്നാണ്. ആശ്വാസത്തിൻ്റെ വഴി സ്വീകരിക്കുന്ന അധ്യാപകൻ മാത്രമാണ് ഞാൻ. നമ്മൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ആശ്വാസത്തിൻ്റെ വഴി, എളുപ്പത്തിൻ്റെ വഴി, ലാളിത്യത്തിൻ്റെ വഴി, സൗന്ദര്യത്തിൻ്റെ വഴി സ്വീകരിക്കുന്ന അധ്യാപകൻ മാത്രമാണ് ഞാൻ. മാത്രമാണെന്ന വാക്കാണ് ശ്രദ്ധേയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു പലതുമാണെന്ന് നമുക്കറിയാം. പക്ഷെ നബിയുടെ ഊന്നൽ അധ്യാപനത്തിലാണ്. അപ്പൊ നമ്മൾ ലാളിത്യം എന്നത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാര്യമാണ്. മതം ഇന്ന് വല്ലാതെ സംശയിക്കപ്പെടുകയാണ്. വിരോധം കൊണ്ട് മതത്തെ എതിർക്കുന്ന ആളുകളുണ്ട്. നമ്മളിപ്പോൾ അവരെ അങ്ങനെ അഡ്രസ്സ് ചെയ്യേണ്ടതില്ല. നമ്മൾക്ക് എപ്പോഴും വിചാരിക്കാൻ സുഖം മതം വല്ലാതെ സംശയിക്കപ്പെടുന്നു എന്ന് പറയുന്നതാണ്. മറ്റുള്ളവരുടേത് സംശയമായിട്ട് നമ്മൾ വകവെച്ചു കൊടുക്കുക. ഇത് പരിഹരിക്കേണ്ടത് നമ്മളാണ്. ഈ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട കടമ നമുക്കുണ്ട്. മുയസ്സിറായ അധ്യാപകൻ, എളുപ്പത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, ലാളിത്യത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, ഉൾക്കൊള്ളലിൻ്റെ പ്രവാചകൻ മാത്രമാണ് ഞാൻ. ദീൻ വളരെ ലളിതമായിരിക്കണം, സുന്ദരമായിരിക്കണം. പരിശുദ്ധ ഖുർആൻ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ചിന്താ സംഹിത ലളിതമാണ്, സുന്ദരമാണ്. ഫഹൽ മിൻ മുദ്ദക്കിർ, അതുകൊണ്ട് ആരെങ്കിലും തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. ആരെങ്കിലും ഇത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഇത് ലളിതമാണല്ലോ, സുന്ദരമാണല്ലോ എന്നാണ്. ഈ സൗന്ദര്യവും ലാളിത്യവും
ലോകത്തെ പഠിപ്പിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ ദൗത്യം. അത് നബി തന്നെ പറഞ്ഞല്ലോ. ഇന്ന് ഇസ്ലാം വല്ലാതെ സംശയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ അറബി പറയും അതിലുള്ള തഅഖീദ്, കെട്ടുക്കുടുക്കുകൾ, സങ്കീർണതകൾ. ഈ സങ്കീർണതകളില്ലാത്ത സുന്ദരമായ ലളിതമായ ഒരു ദീൻ, ആ ദീൻ ഇവിടെ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ഇസ്ലാമിക പഠനം ആഴത്തിൽ നടക്കണമെന്ന് നമ്മൾ സിദ്ധാന്തിക്കുന്നത്. അതിനുവേണ്ടി കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഘട്ടം, ഒരു പ്ലാൻ ബിയിലേക്ക് ഇനി നമ്മൾ പോകാൻ വല്ലാതെ വലിയ സ്കെയിലിൽ തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ഇസ്ലാം ലളിതമാണ്, സുന്ദരമാണ് എന്ന മഹായാഥാർത്ഥ്യം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. പരിശുദ്ധ ഖുർആൻ, നമ്മൾ ഓതുന്ന ഖുർആൻ 23 കൊല്ലം കൊണ്ടാണ് കണ്ടശയായി അല്പാൽപമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയത്. ഓരോ ജീവിത സാഹചര്യത്തിലും ചുറ്റുപാടിലും ചോദ്യങ്ങൾക്ക് മുന്നിലും ഉത്തരമായിട്ട്, പരിഹാരമായിട്ട്, കണ്ടശയായിട്ട് ഇറങ്ങുകയാണ് ഖുർആൻ. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ 23 കൊല്ലം കാലം കൊണ്ട് അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകത്തിന് നൽകി. ഇവിടെ നമ്മൾ സാധാരണക്കാർക്കും ചിന്തിക്കാവുന്നതാണ്, എവിടെയെങ്കിലും സങ്കീർണതകൾ കണ്ടിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തി ജീവിതത്തിൽ കുറെ അധികം മറ്റുള്ളവർ അനുയായികൾ ചെയ്യുന്നതിൽ കൂടുതൽ ചെയ്യാറുണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ പാദം വീർത്ത് പൊട്ടുമാറി നിന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് എന്ന് പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അഫല ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറൻ ലില്ലാഹ്, അള്ളാഹിനോട് നന്ദി കാണിക്കണ്ടേ, അതുകൊണ്ടാണെന്നാ. അള്ളാഹിനെ ഇത്ര വലുതാക്കിയില്ലേ, റഫഅനാ ലക ദിക്റക, അപ്പൊ അള്ളാഹിനോട് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതേ സമയത്ത് സങ്കീർണത കൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിം എന്ന നിലക്ക് ഒരു മുസ്ലിം നിർവഹിക്കാനുള്ള കടമകളുടെ ബാഹുല്യം കൊണ്ടോ അല്ല. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാളിത്യത്തിന്റെ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഉത്തരങ്ങളാണ് നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിസ്കരിക്കും രാത്രി ഇശാ നിസ്കാരം ഒരാൾ. നബിയുടെ കൂടെയുള്ള ജമാഅത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ഗ്രാമത്തിൽ ചെന്ന് ഗ്രാമവാസികൾക്ക് ഇമാമാകും. അവർ ഇമാമിനെ കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോ സൂറത്തുൽ ബഖറ ഓതും, അതിനുശേഷത്തെ ആല ഇംറാനൊക്കെ ഓതും, നീണ്ട നീണ്ട സൂറത്തുകൾ. അപ്പൊ നബിയിൽ നിന്ന് നബി എന്താണോ ഓതിയത് അതായിരിക്കും അർദ്ധരാത്രിക്ക് ശേഷം പിന്നെ പകലന്തിയോളം പണിയെടുത്ത് ക്ഷീണിച്ച് കഴിച്ചിരിക്കണ ഗ്രാമീണർക്ക് നിസ്കരിക്കുമ്പോൾ അദ്ദേഹം പാരായണം ചെയ്യുക. പിന്നെ നേരെ വെളുത്തിട്ട് പണിക്ക് പോകാൻ നിർവാഹമില്ല, പലർക്കും വയ്യ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പരാതി പറഞ്ഞു, ഇദ്ദേഹം വല്ലാതെ ദീർഘ പാരായണം നടത്തുകയാണ്, ഞങ്ങൾക്ക് പകൽ മുഴുവൻ പിറ്റേന്ന് ജോലിക്ക് പോകാനുള്ളത് ഉറങ്ങാൻ പറ്റണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിയെ വിളിച്ചു വരുത്തിയിട്ട് ശകാരിച്ചു, കടുത്ത ഭാഷയിൽ ശകാരിച്ചു. ലളിതമാക്കണം, സുന്ദരമാക്കണം, ചുരുക്കണം, ആശ്വാസം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാരും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ദൗത്യസേന കടൽ തീരത്ത് വിശ്രമിക്കുകയാണ്. നിസ്കാരത്തിന്റെ സമയമായി, നിസ്കാരം തുടങ്ങി. കൂട്ടത്തിലൊരു സഹാബി നിസ്കാരം തുടങ്ങിയപ്പോ അറിഞ്ഞു അദ്ദേഹത്തിന്റെ കുതിര കെട്ടറ്റ് പോയിരിക്കണമെന്ന്. അപ്പൊ അദ്ദേഹം നിസ്കാരം മുറിച്ചിട്ട് ഈ കുതിരയെ അന്വേഷിച്ചു പോയി. എന്നിട്ട് കുതിരയെ തിരിച്ചു പിടിച്ച് പിന്നെ നിസ്കരിച്ചു. അപ്പൊ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു, ഇയാളൊരു വയസ്സായ ആള്, എന്താണ് ഈ ഷെയ്ഖിന് പറ്റിയത്? ഇയാൾ നിസ്കാരം മുറിച്ചിട്ടാണ് കുതിരയെ അന്വേഷിച്ചു പോകുന്നത്. അദ്ദേഹം അത് കേട്ടപ്പോ അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ കുറെ ദൂരത്തുനിന്ന് വരികയാണ്,
ഞാൻ നിസ്കാരമൊക്കെ കഴിയുമ്പോഴത്തേന് എൻ്റെ കുതിര കൂടുതൽ അകന്നു പോകും. പിന്നെ അതിനെ അന്വേഷിച്ച് തിരിച്ചു വന്നിട്ട് എനിക്ക് വീട്ടിൽ സമയത്ത് തിരിച്ചെത്താൻ പറ്റൂല. പക്ഷെ താങ്കൾ ഈ തന്തക്ക് എന്താ ഇങ്ങനെ നിസ്കാരം മുറിച്ചാണ് കുതിര അന്വേഷിച്ച് പോകലെന്നൊക്കെ ആക്ഷേപിക്കുന്നു. അള്ളാന്റെ റസൂലിന്റെ ശേഷം എന്നെ ആരും ഇങ്ങനെ പരിശ്രമ ഭാഷയിൽ എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചതാണ്. അള്ളാഹിന്റെ റസൂലിലേക്ക് ഞാൻ പഠിച്ചതാണത്. ഇതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതാണ്. അപ്പൊ ഇതൊരു ആശ്വാസത്തിന്റെ മാർഗമാണ്. ഇത് ലളിതമായ മതമാണ്. നമ്മൾ സാധാരണ ഓർക്കാറുണ്ട് ഇപ്പൊ ഇസ്ലാം കാര്യം 5. ഈ 5 കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ട അത് ഇസ്ലാം കാര്യം ഈമാൻ കാര്യം. ഒന്ന് ഷഹാദത്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അതൊരു സോഫ്റ്റ് സാധനമാണ്. അത് മനസ്സിൽ നമ്മൾ കൊണ്ടുവന്നാൽ മതി. ഒരു ഈമാനുള്ള ഒരാൾ വാഹനത്തിൽ കയറുമ്പോൾ 2 ആളെ സീറ്റൊന്നും വേണ്ടല്ലോ ഇപ്പൊ ഇതിന്. പിന്നുള്ളത് 4 കാര്യങ്ങളാണ്. ഒന്ന് നിസ്കാരമാണ്, നോമ്പാണ്, സക്കാത്താണ്, ഹജ്ജാണ്. ഈ കാര്യങ്ങളൊക്കെ നിസ്കാരം മാത്രമാണ് ഒരു ദിവസം 24 മണിക്കൂറിൽ അരമണിക്കൂർ മാറ്റി വെക്കേണ്ടത്. അരമണിക്കൂർ മതി. ഒന്നുണ്ടാക്കാനും നിസ്കരിക്കാനും എല്ലാം കൂടി അരമണിക്കൂർ മതി ഒരു ദിവസം 5 നിസ്കാരം നിസ്കരിക്കാൻ. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള നീണ്ട നിസ്കാരങ്ങൾ അത് ഐച്ഛികമാണ്, സുന്നത്താണ്. അവനവന് ആശ്വാസമുണ്ടെങ്കിൽ, അവനവന് ആ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. നിർബന്ധം എന്ന നിലക്കില്ല. അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള കാര്യം 5 നിസ്കാരം. അത് ഒരു ദിവസത്തിൽ 24 മണിക്കൂറുള്ളിടത്ത് 23.5 മണിക്കൂറും ആല കൈഫക് കരുതിയതുപോലെ നിന്റെ കാര്യം അരമണിക്കൂർ. അതൊരു ഉദാഹരണമാണ് അള്ളാഹുവിന്. പിന്നെ നോമ്പാണ്. നോമ്പ് കൊല്ലത്തിലൊരിക്കലാണ്, ഒരു വർഷത്തിലൊരിക്കൽ നോമ്പ് വെക്കേണ്ടുള്ളൂ. അതല്ലേ നിർബന്ധമുള്ളൂ. ഈ നോമ്പ് തന്നെ സാധിക്കുന്ന ആളുകളെ നോൽക്കേണ്ടതുള്ളൂ. സാധിക്കാത്തവർ ഒരു ഏകദേശം 1 കിലോയിൽ താഴെ അരി സാധിക്ക് കൊടുത്താൽ മതി ഒരു നോമ്പിന് ഫിദിയ. അപ്പൊ നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക്. ചിലർ പറയും നോമ്പ് എന്ന് പറഞ്ഞത് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം മനസ്സിലാക്കാതെ പറയണം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ഇടവിട്ടുള്ള ഉപവാസം, അത് വൈദ്യശാസ്ത്രത്തിനകത്തുള്ള ആളുകൾ തന്നെ അംഗീകരിക്കുന്നതാണ്. അത് തന്നെയാണ് നോമ്പ്. അത് ആരോഗ്യമുള്ള ആളുകൾക്ക് ഡോക്ടർ നിങ്ങൾ നോമ്പ് വെൽക്കേണ്ടോ ഒലിവ് വെൽക്കേണ്ടതില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാള് കൊല്ലത്തിലൊരിക്കൽ, അത് പല രോഗങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കും പരിഹാരമായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന കാര്യമാണ്. വളരെ ആശ്വാസകരമാണ്. ആ ഒരു ഫുഡ് സ്റ്റൈലിലേക്ക് മെനുവിലേക്ക് കിടക്കുകയാണെങ്കിൽ കൂടുതൽ ആരോഗ്യം, കൂടുതൽ ആശ്വാസം കിട്ടുകയാണ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ എവിടെ പ്രയാസം? അരമണിക്കൂർ ഒരു ദിവസം അരമണിക്കൂർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്തിൽ നല്ല ആരോഗ്യമുള്ള ആള് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മാത്രം പറയുന്ന ആളുകൾ മാത്രം നോറ്റാൽ മതി. യാത്രക്കാരന് വേണ്ടതില്ല, രോഗികൾക്ക് വേണ്ടതില്ല. അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. സക്കാത്താണ് പിന്നുള്ളത്. 2.5% മറ്റുള്ളവർക്ക് കൊടുക്കണം. ഈ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ്? അതിൻ്റെ ഒരു തുക കണക്കുണ്ട്. ഒരു 600 ഗ്രാം വെള്ളിയുടെ വില ഏകദേശം. അത് ഒരു കൊല്ലം കയ്യിലിരിക്കണം, അവനെ കൊടുക്കേണ്ടതുള്ളൂ. സ്വർണത്തിന് കണക്കിനാണെങ്കിൽ ഒരു 83 ഗ്രാം സ്വർണത്തിന്റെ വില. വെള്ളിയാണ് നല്ലത്. കാരണം നമ്മുടെ ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് വെള്ളി രൂപയിൽ നിന്ന് പരിണമിച്ചതാണ്. അല്ലെങ്കിലും അവകാശികൾക്ക് നല്ലത് അതാണ്, നമ്മുടെ ശുദ്ധിക്ക് നല്ലതും അതാണ്. വെള്ളി കണക്കൂട്ടുക. ഇവിടെ താഴ്പ്പാലത്തേര് കുറെ ഉണ്ട്. ഞാനൊരു 4 നൂറ്റാണ്ട് കാലം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോ സ്വർണം ആണ് ഇതിനെ മൂല്യമായിട്ട് കണക്കാക്കേണ്ടത് എന്ന് കൂടുതൽ പണ്ഡിതന്മാർ പറയുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ധാരാളം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ കൂടുതൽ ആലോചിക്കുമ്പോൾ വിധി അങ്ങനെ തന്നെയാണെങ്കിലും നല്ലത് ഇപ്പൊ 600 ഗ്രാം വെള്ളി കയ്യിൽ വെക്കുന്ന ഒരാള് അതിൻ്റെ ഒരു ചെറിയ പൈസ, അതിനിപ്പോ ഒരു 2.5% കൊടുക്കുക. എത്ര വേണ്ടത്? കിട്ടുന്ന ആളുകൾക്കാണെങ്കിൽ കൂടുതൽ നല്ലതും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ചെറിയൊരു സംഖ്യ സക്കാത്തായിട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാല് അത് മുതലാളിമാർക്കുള്ളതാണ്, നമുക്ക് ശരാശരിക്കാർക്കുള്ളതല്ലാന്നും വേണമെങ്കിൽ പറയാം, തമാശ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സക്കാത്തിൽ എന്താണ് ഭാരം? നോമ്പിൽ എന്താണ് ഭാരം? നിസ്കാരത്തിൽ എന്താണ് ഭാരം?
പിന്നെ ഹജ്ജാണ് നിർബന്ധമാണ് മറ്റൊരു കാര്യം. അത് ജീവിതത്തിൽ ഒരിക്കൽ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. മനുഷ്യത്തായ ലേഹി സബീല, അതിന് സാധിക്കുന്ന ആളുകൾ. ഒരുപാട് കാര്യങ്ങൾ ഒത്തിണങ്ങിയാൽ നോമ്പ് ഹജ്ജ് നിർബന്ധമാവുന്നുള്ളൂ. പിന്നെ അത് ഇപ്പൊ ആൾക്കാർ പരസ്യം ചെയ്യുന്നത് തന്നെ ഹജ്ജ് ടൂർ എന്ന്. അപ്പൊ ഒരു ടൂറായിട്ടും കൂട്ടാം. എവിടെ പ്രയാസം? മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഇതിലൊരു അസ്വസ്ഥതയില്ല. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഇത് വളരെ ലളിതമാണ്, സുന്ദരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം 23 കൊല്ലക്കാലം കൊണ്ട് ഇറങ്ങിയിട്ടുള്ള പരിശുദ്ധ ഖുർആൻ അതൊരുപാട് വാല്യങ്ങളുള്ളതൊന്നും അല്ലല്ലോ. ഈ ഖുർആൻ തന്നെ 23 കൊല്ലം കൊണ്ടാണ് അവതീർണമായിട്ടുള്ളത്. ഇത് ഒരു സങ്കീർണതയും നബിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. നബിയോ സഹാബത്തോ എല്ലാരും കൂടി കിടന്ന് അസ്വസ്ഥരാകുന്ന, ബേജാറാകുന്ന ഒരു സ്ഥിതി വിശേഷം. ഇപ്പൊ നമ്മൾ കുട്ടികളെ ബുദ്ധിമുട്ടുന്നത് പോലെ അവർക്ക് നേരം പുലർന്നാൽ സ്കൂളിൽ പോകണം, പിന്നെ വൈകുന്നേരം ട്യൂഷൻ ഉണ്ട്, പിന്നെ മദ്രസ ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ്. ഇതങ്ങനൊന്നുമില്ലല്ലോ. ഇതിന്റെ പഠനം തന്നെയും അവർ വളരെ ലളിതമാണെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം അനുഭവം പറയുന്നുണ്ട്. അടുത്ത് താമസിക്കുന്ന അയൽവാസിയും ഞാനും ഊഴം വെച്ചിരിക്കുകയായിരുന്നു. എനിക്കെന്തെങ്കിലും തടസ്സം ഉണ്ടാകുമ്പോൾ അദ്ദേഹം പോകും, അദ്ദേഹത്തിന് തടസ്സം ഉണ്ടാകുമ്പോൾ ഞാൻ പോകും. ഊഴമനുസരിച്ച് ഒരു ദിവസം അദ്ദേഹം, ഒരു ദിവസം ഇദ്ദേഹം. അങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്ന കാര്യങ്ങൾ ഇവർ പഠിച്ചിരുന്നത്. എന്തായാലും ഒരുപാട് അസ്വസ്ഥതകളും സങ്കീർണതകളും അവർ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ സദസ്സിലിപ്പോ ബഹുഭൂരിപക്ഷം ഉള്ളത് വാഫികളും ഒഫിയകളുമാണ്. പിന്നെ അവരോട് ബന്ധപ്പെട്ടവരും ഈ തിരൂര് താഴ്പാലവുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. പിന്നെ എവിടെയും തട്ടാതെ ആർക്കും ഒന്നും പിടിച്ചു കയറാൻ പറ്റാതെ സംസാരിക്കാൻ പ്രയാസമാണ്. അപ്പൊ പിന്നെ നമ്മൾ പറയാൻ വിചാരിച്ചത് പറയാം. അതിൻ്റെതായ സോഴ്സുകൾ, മറാജി, മസാജിർ ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ദീൻ എന്ന് പറയുന്ന സാധനം, സംഗതി വളരെ ലളിതമാണ്, സുന്ദരമാണ്. പിന്നെ അത് ജനങ്ങൾക്ക് മനസ്സിലാവും വേണം. നമുക്ക് വാതിലടച്ച് നമ്മൾ അല്ലെങ്കിൽ ഡോറ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സ്വന്തം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകും. ആ കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ പുറത്ത്, കാരണം ഒരാൾക്ക് അധികം ചെയ്യാം. ഇപ്പൊ ഒരാൾക്ക് സ്വന്തമായിട്ട് പിന്നെ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കാം, ഒരുപാട് മറ്റു ആരാധനകളൊക്കെ ചെയ്യാം. പക്ഷെ നിർബന്ധം കോർ ഭാഗം അതല്ല. കോറൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്, വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ യുക്തിയും കാരണവും വളരെ വ്യക്തമായി പറയപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോഴുണ്ടാ കാര്യം, നല്ല കാര്യങ്ങൾ ഉപദേശിക്കണം. പിന്നെ നല്ലതല്ലാത്ത കാര്യങ്ങളെ നമ്മൾ വിലക്കുകയും ചെയ്യണം. അംറും ബിൽ മഅറൂഫ് നഹ്യൻ അനിൽ മുൻകർ. പക്ഷെ ഈ കാര്യം ചെയ്യേണ്ടത് ആരാണ്? അപ്പൊ എനിക്ക് കുറെ സിദ്ധാന്തങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാകും. അത് എൻ്റെ തിരിച്ചറിവുകളാണ്, എൻ്റെ അറിവാണ്, അല്ലെങ്കിൽ എൻ്റെ നിലപാടാണ്. അത് എനിക്ക് ആകാം, മറ്റുള്ളവനോട് പറയാൻ പറ്റൂല. മറ്റുള്ളവനോട് പറയണമെങ്കിൽ ഇജ്മാ വേണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മുജ്മഅ അലൈഹിയായ കാര്യം എന്തുകൊണ്ട് ഇനി അത് ചെയ്യുന്നില്ല എന്ന് സർക്കാർ ഉദ്യോഗസ്ഥന് പറ്റും, മുഹ്തസിബിന് പറ്റും, അല്ലാത്തവന് പറ്റൂല. ഒരാൾ ഞാൻ നല്ല കാര്യമൊക്കെ കൽപ്പിക്കാനും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തടയാനും ഇറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ മേക്കിട്ട് കയറാനും സദാചാര പോലീസിംഗ് നടത്താനും പറ്റൂല. അങ്ങനെ ഒരു ഇസ്ലാമിക രാജ്യത്ത് തന്നെ അത് നടത്തുമ്പോ മുജ്മഅ അലൈഹിയായ കാര്യം പറ്റുള്ളൂ. മുജ്മഅ അലൈഹിയായ കാര്യം പറഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുള്ള കാര്യം. കള്ളു കുടിക്കരുത് ഏകാഭിപ്രായമാണ്. എന്താണ് കള്ളു കുടിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. വ്യഭിചാരം ഏകാഭിപ്രായമാണ്, പാടില്ല. എന്തുകൊണ്ട് വ്യഭിചരിക്കുന്നു എന്ന് ചോദിക്കാം. അങ്ങനെ ഇജ്മാഉള്ള കാര്യം. ഒരു മദ്ഹബ് അങ്ങനെ, ഒരു അഭിപ്രായം അങ്ങനെ, ഒരു വീക്ഷണം ഇങ്ങനെ, ഒരാളുടെ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ, മറ്റവന്റെ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ, അവിടെ നിന്ന് കയറിയിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിക്കാണ്ടോ ഇത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റുക? അത് പറ്റൂല. അത് പിന്നെയും പറ്റും, കിതാബുകൾ പറഞ്ഞതനുസരിച്ച് മുഹ്തസിബിന്, അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഇത്തരം കാര്യങ്ങൾ നോക്കി ഉറപ്പാക്കാൻ ഒരാളെ ഉദ്യോഗസ്ഥനായിട്ട് വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പലതും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിതാബിൽ, ഫിഖിന്റെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഒക്കെ ഉള്ളിടത്തെ കാര്യത്താണ്. ഇപ്പൊ നമ്മുടെ സൗദി അറേബ്യ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ ഈ
ഹൈഅത്തുൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. നല്ലത് പിന്നെ കൽപ്പിക്കാനും വേണ്ടാത്തത് തടയാനും അതിനൊരു ഒറ്റ വാക്കിലെ ഹൈഅ എന്ന് പറയും. ഈ ഹൈഅ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ഇപ്പൊ അതങ്ങനെ വല്ലാതെ കേൾക്കാറന്നെ ഇല്ലാത്ത മാതിരി ആയിട്ടുണ്ട്. സർക്കാരുകളൊക്കെ നയ സമീപനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു മുസ്ലിം സമൂഹം എന്ന നിലക്ക് ചെയ്യുന്ന കാര്യം, ഞാൻ ചെയ്യുന്ന കാര്യം, എനിക്ക് മാത്രം അഭിപ്രായമുള്ള അല്ലെങ്കിൽ ഞാൻ ഷാഫി മദ്ഹബുകാരനാണ്, ഷാഫി മദ്ഹബിൽ മാത്രമുള്ള കാര്യം, മറ്റേ ആളൊരു കാര്യം ഷാഫി മദ്ഹബ് പ്രകാരമുള്ള കാര്യം ചെയ്യണില്ല, എനിക്ക് എങ്ങനെ അയാളെ ചോദ്യം ചെയ്യാൻ പറ്റും? പിന്നീടല്ലേ 3 മദ്ഹബ്, ഞാൻ ആ 3-ൽപ്പെട്ട ഒരു മദ്ഹബുകാരനാണ്, അതുകൊണ്ടാണ് അയാൾ ഉത്തരം പറഞ്ഞവരെന്ത് ചെയ്യും? സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ ഈ ലാളിത്യവും സൗന്ദര്യവും വിശാലതയും ഒക്കെ അറിയാനും പറയാനും ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ കടമുണ്ട്. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഈ ബഹുസ്വര സമൂഹത്തിലായതുകൊണ്ട് പലതും മറച്ചു വെക്കണം എന്നല്ല പറയണത്. ഇനി അതിന് ദുർവ്യാഖ്യാനക്കാരിറങ്ങും. ഐച്ഛികമായ കാര്യങ്ങൾ അവന്റെ ഇച്ഛക്കനുസരിച്ച് അവന് ചെയ്യാന്നർത്ഥം. അള്ളാന്റെ റസൂൽ നേരം വെളുക്കോളം നിന്ന് തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു, കാൽപാദം വീർത്ത് പൊട്ടാറാവുമായിരുന്നു. ഐഷാബി ചോദിച്ച കഥ പറഞ്ഞല്ലോ, ഞാൻ നന്ദിയുള്ളവനാകണ്ടേ എന്നാണ് അള്ളാന്റെ റസൂലിന്റെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഐച്ഛികമാണ്. നേരെ മറിച്ച് നിർബന്ധമൊക്കെ എത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പലരെയും കൂടുമ്പോ നിയന്ത്രിക്കുകയും തടയുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഫസാദ് ഉണ്ടാക്കുകയാണോ, ജാഹിലിയത്ത് ബാക്കിയാണ് എന്നൊക്കെയാണ് നിസ്കാരത്തിൽ എന്നോ മറ്റാണ് നിസ്കാരത്തിൽ നേരത്തെ പറഞ്ഞ കേസിൽ ദീർഘ പാരായണം നടത്തിയപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ, സഹാബത്തിന്റെ ജീവിതത്തിൽ ഈ ലാളിത്യമല്ലാതെ കാണാൻ കഴിയില്ല. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളും കൂടി ജുമഅക്ക് പോവുകയാണ്, പള്ളിയിൽ പോവുകയാണ്. അപ്പോൾ മഴ പെയ്തിട്ടുണ്ട്, ഒരു വീടിന്റെ റൂഫിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. അപ്പോ കൂടുള്ള ആള് അമീറുൽ മുഅ്മിനീൻ വലിയ ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് സൗകര്യം നോക്കുക എന്നുള്ള നിലയ്ക്ക് കൂടെയുള്ള ആള് പറഞ്ഞു, വീട്ടുകാരാ നിങ്ങളുടെ വീടിന്റെ റൂഫിൽ നിന്ന് വീഴുന്ന വെള്ളത്തിൽ മാലിന്യം നജസ് വല്ലതുണ്ടോ? ഉടനെ തന്നെ അയാൾ മറുപടി പറയുന്നതിന് മുമ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ സാഹിബൽ മീസാബി ലാ തുഖ്ബിർന. മീസാബ് എന്ന് പറഞ്ഞ ഈ പാത്തി, ഈ പാത്തിയുടെ ഉടമയായിട്ടുള്ളവനെ ഈ ചോദ്യത്തിന് മറുപടി പറയണ്ട. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ പിന്നെ വീഴുന്ന വെള്ളം, ആ വെള്ളത്തിൽ മാലിന്യം ഉണ്ടോ ഇല്ലേ? ഇവിടെ ഇപ്പൊ ഇങ്ങനെ പിന്നെ ചെരുപ്പില്ലാതെ നടന്നാൽ ഇതിന്റെ കുറച്ചു നേരത്തേക്ക് കൂടി നായ നടന്നിട്ടുണ്ടെങ്കിലോ, ഇങ്ങനെയൊക്കെയുള്ള വസ്വാസവും സംശയങ്ങളും അങ്ങനെ തിരിയാനും അറിയാനും പറ്റാത്ത ഒന്നാക്കി ഈ ദീനിനെ മാറ്റുക. അദ്ദീനു യുസ്റുൻ ലാ ഉസ്റുൻ. കണ്ടത്, ഉറപ്പുള്ളത്, തെളിവുള്ളത്, സംശയങ്ങള്, വിചാരങ്ങള്, ഊഹാപോഹങ്ങള്, അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒന്നും പറ്റൂല. അപ്പൊ അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഈ ഒരു ലാളിത്യമാണ് നമ്മൾ എവിടെയും കണ്ടിട്ടുള്ളത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. നമ്മൾ 4 മദ്ഹബുകാരാണ്. 4 മദ്ഹബ് എന്തിനാ? ആശ്വാസത്തിന് വേണ്ടിയാണ്. ഒരു ഹദീസ് തന്നെയുണ്ട്. ആ ഹദീസ് ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മലിൽ ഉമ്മ, പിന്നെ ഇമാമുകൾ ഭിന്നിച്ചത്, പല അഭിപ്രായക്കാരായത് ഉമ്മത്തിന് ആശ്വാസമാണ്. ഇപ്പോ ഒരു സന്ദർഭത്തിൽ ഷാഫി മദ്ഹബുകാരായ നമുക്ക് ഷാഫി മദ്ഹബ് അനുസരിച്ച് അവിടെ കർമ്മം ചെയ്യാൻ നിവൃത്തിയില്ല. എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, തവാഫ് ചെയ്യുന്ന സമയത്ത് ഉളു വേണം, പക്ഷെ അവിടെ ആണും പെണ്ണും ഇടകലർന്നിട്ടാണ്. നമ്മൾ എങ്ങനെ നോക്കിയാലും ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്നിട്ട് മുട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് മുട്ടിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അവിടെ പെണ്ണിന് തൊട്ടാവുന്ന മുറിയില്ല എന്നുള്ള അഭിപ്രായം അനുസരിച്ച് പൂർത്തിയാക്കണം. ഇങ്ങനെ മനുഷ്യന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മലിൽ ഉമ്മ, ഉമ്മത്തിന് അനുഗ്രഹമാണത്. ഈ ഒരു വിശാലത, ഒരുപാട് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. അത് ഇമാമിങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ മറ്റൊരു കാര്യം കൂടി എന്നെ അപ്പോ ഓർത്ത് പറയണം. ഭിന്നത. കുറെ ആളുകൾ നമ്മളെ പേടിപ്പിക്കുന്നത് ഭിന്നത പറഞ്ഞിട്ടാണ്. ഭിന്നത പാടില്ല. ഈ ഭിന്നത പാടില്ല എന്ന് പറയുന്നത് വേറൊരു ഭിന്നതയാണ്. ഇപ്പൊ ഈ സമയം ചെറിയ സമയമായതുകൊണ്ട്, വിശാലമല്ലാത്തതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും.
എന്താ ഭിന്നിച്ചാല്? ഇനിയിപ്പോ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ക്ലിപ്പാക്കും. എന്താ ഭിന്നിച്ചാല്? ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മലിൽ ഉമ്മ. ഭിന്നിച്ചത് അഇമ്മത്ത് ഭിന്നിച്ചത് ഉമ്മത്തിന് അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഭിന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ ഷാഫി ഈ ഇതിൽ മറ്റേ എന്താണ് വാഫി വഫിയ കോഴ്സിൽ ഇതിന്റെ പഴയ രൂപത്തിൽ ഇതേ പേരിൽ ഫിഖ് കിതാബ് പഠിപ്പിച്ചിരുന്നു. അങ്ങനെ കിതാബിന്റെ പേര് കൂടിയാണത്. ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മലിൽ ഉമ്മ എന്ന് പറഞ്ഞ ഒരു കിതാബിന്റെ പേരാണ്, മഹാന്മാരാരും എഴുതിയിട്ടുള്ളത്. അത് അപ്പടി സിലബസിൽ പഠിപ്പിച്ചിരുന്നു. വിശാലത പഠിപ്പിക്കുകയാണ്, മറ്റൊരർത്ഥത്തിൽ ആശ്വാസം പഠിപ്പിക്കുകയാണ്, ഇൻക്ലൂസീവ്നെസ് പഠിപ്പിക്കുകയാണ്. എന്താണ് ഭിന്നിച്ചാൽ കുഴപ്പം? ഭിന്നിച്ചാൽ ഒന്നും വരാനില്ല. എന്നാ ഏത് സമയത്ത് ഭിന്നിച്ചാൽ പറ്റുന്നത് വരാത്തതുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനായിട്ട് സംസാരിക്കാൻ ഒരു കനകാവസരം ചെറിയ സമയം കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി മുസ്ലിം ബഹുജനത്തെ, മഹാഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി. ഈ പാർട്ടിക്ക് 4 വോട്ടും നിങ്ങൾക്ക് തന്നെ കിട്ടണം എന്നാണ് ഒരു അഭിപ്രായം. 4 വോട്ടുണ്ട്. ഒന്ന് ഷാഫി, ഒന്ന് ഹനഫി, ഒന്ന് ഹംബലി, ഒന്ന് മാലിക്ക്. 4 വോട്ടുണ്ട്. ഈ 4 വോട്ടും താങ്കളുടെ പാർട്ടിക്ക് തന്നെ കിട്ടണം എന്ന് എനിക്ക് വാദമുണ്ട്. കാരണം അത് അള്ളാഹ് ഉണ്ടാക്കിയ നിയമമല്ല, അത് ജനാധിപത്യത്തിന്റെ നിയമമാണ്. ജനാധിപത്യത്തിൽ ആർക്കാ കൂടുതൽ വോട്ട് അവനാ ജയിക്കുക. അവനാണ് റോഡും തോടും പാലം വേണോ എന്ന് തീരുമാനിക്കുക. അപ്പോ പ്രതിനിധിയെ നമുക്ക് പറഞ്ഞേക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പക്ഷേ നമുക്ക് റോഡുണ്ടാവില്ല, തോടുണ്ടാവില്ല, പാലം ഉണ്ടാവില്ല. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ പൗരത്വം ഉണ്ടാവില്ല. ഇനിയിപ്പോ അങ്ങോട്ടാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുടെ പേരക്കുട്ടിക്ക് പൗരത്വമില്ല എന്ന് വരാൻ പോവുക, അല്ലെങ്കിൽ അതിന് നിർദ്ദേശിക്കപ്പെട്ട മാനദണ്ഡം അയാൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരിക, അയാൾക്ക് പൗരത്വമില്ലാതാവുക. അങ്ങോട്ടല്ലേ ഇപ്പൊ കാര്യങ്ങൾ പോണത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് 4 വോട്ടും ജനാധിപത്യം അനുസരിച്ച്, അവിടെ ബൈലോ ജനാധിപത്യമാണ്, അതനുസരിച്ച് 4 വോട്ടും ഒരാൾക്ക് തന്നെ കിട്ടണം, നിങ്ങളുടെ പാർട്ടിക്ക് തന്നെ കിട്ടണം. ഞാൻ പറയുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരനോട് പറയുമ്പോൾ എന്താ ഇതിന്റെ സന്ദർഭം നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ്. അതേ സമയത്ത് ഈ 4ഉം കൂടി ഭിന്നിച്ചാൽ എന്താ കുഴപ്പം? 4 വോട്ട് ഭിന്നിച്ചു. ഷാഫിന്റെ വോട്ട് ഷാഫിക്ക് മാത്രം, ഹനഫിന്റെ വോട്ട് ഹനഫിക്ക് മാത്രം, ഹംബലിന്റെ ഹംബലിക്ക് മാത്രം, മാലിക്കിന് മാലിക്ക് മാത്രം, 4 ആയിട്ട് ഭിന്നിച്ചു. എന്താ കുഴപ്പം? അപ്പൊ അയാൾ ഇങ്ങനെ നോക്കിയാണ്, എന്താ കുഴപ്പത്? നമ്മളങ്ങനെ ചൊല്ലി പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. കുഴപ്പമാണ്. എന്താ കുഴപ്പം? ഞാൻ ചോദിച്ചു, ഈ 4ഉം ഹക്കല്ലേ? 4 മദ്ഹബ് ഹക്കല്ലേ? ഹക്കാണ്. 4ഉം ശരിയല്ലേ? ശരിയാണ്. 4 സ്വർഗത്തിക്കല്ലേ? സ്വർഗത്തിക്ക് തന്നെയാണ്. അപ്പൊ എന്താ കുഴപ്പം? അപ്പൊ നമ്മൾ ചില കാര്യങ്ങളൊക്കെ തുറന്ന് ചിന്തിക്കണം. ഭിന്നത എന്ന് പറയുന്നത് ചിലത് ഭിന്നിക്കണം. ഒരുപാട് ഓപ്ഷൻ വേണം, ഒരുപാട് പോംവഴികൾ വേണം, ഒരുപാട് വീക്ഷണങ്ങൾ വേണം, ഒരുപാട് ആശ്വാസങ്ങൾ വേണം. എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റണം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഒരാൾ കാഫിറാണ് എന്ന് നിങ്ങൾക്ക് തോന്നുക, അയാളെ കാഫിറാക്കാന് നിങ്ങളെടുത്ത് 100 ന്യായത്തിൽ 99 ന്യായമുണ്ട്. നിങ്ങൾക്ക് ഒരാളെ കാഫിറാക്കണം. കാഫിറാക്കാൻ നിങ്ങളുടെ അടുത്ത് 99 തെളിവുണ്ട്. ഒരു തെളിവ് മാത്രം അയാൾക്ക് അനുകൂലമാണ്, ഇച്ചിരി അനുകൂലമാണ്. എന്താ വേണ്ടത്? ജനാധിപത്യമല്ല ഇവിടെ ജനാധിപത്യമല്ല, തെളിവാധിപത്യമല്ല. അള്ളാഹ് പറഞ്ഞതും അള്ളാന്റെ റസൂല് പറഞ്ഞതും അതിനുണ്ടായിട്ടുള്ള ചില നിയമങ്ങൾ വേറെയാണ്. ഒരു തെളിവ് അയാളെ ഉള്ളിൽ നിർത്താൻ ഉണ്ടെങ്കിൽ അയാളെ ഉള്ളിൽ നിർത്തണം. 99 തെളിവും കാഫിറാക്കാനുള്ള 99 തെളിവും തള്ളിയിട്ട് ഉപേക്ഷിക്കണം. കാര്യം മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആശ്വാസം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാനുള്ളതാണ്. നേരത്തെ ഇവിടെ ഗുരുനാനക് മറ്റേ സിഖ്യരുടെ കാര്യം പറഞ്ഞ് ഇദ്ദേഹത്തെ പ്രസംഗിക്കുമ്പോൾ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്തുകൊണ്ട് എനിക്ക് പോയിച്ച് അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടാവും എനിക്കറിഞ്ഞൂടാ. എന്തായാലും ആ വിധിയിലൊന്നും ഇപ്പൊ നമുക്ക് ആർക്കും തർക്കമില്ല. അതേ സമയത്ത് ഇക്കൂട്ടർക്ക് തൗഹീദ് ഉണ്ട് എന്നാണ് അവര് പറയുന്നത്. അനന്തപൂർ സാഹിബ്, അത് അവിടെ ഉള്ളൊരു പട്ടണ, ആ അനന്തപൂർ സാഹിബ് പ്രമേയം നട്ടിട്ടൊരു സാധനമുണ്ട്. ആ പ്രമേയത്തിൽ ഒരു ഖണ്ഡിക ഏകദൈവ വിശ്വാസമാണ്. ചിലപ്പം നിങ്ങൾ ജിസ്തി തരീക്കത്തുന്ന നക്ഷബന്തി എന്താ പറഞ്ഞേ, അയാളൊരു പക്ഷേ ആ മഹാനവർകൾ അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടാവും. അല്ലാഹു അഅലം. ഏതായാലും നമ്മൾ ഇനിയിപ്പോ ക്ലിപ്പാക്കാൻ നിൽക്കണ്ട. ഇതിപ്പോ സൂഫിയാക്കളാരെ ചെയ്തു എന്നാണ് പറഞ്ഞത്.
അതിന് ഒരു പക്ഷേ ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാനുള്ള ഒപ്പം നിർത്താനുള്ള മാക്സിമം മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ രീതി. ആ പറഞ്ഞു വന്നത് 4 മദ്ഹബ് ഇത് ആശ്വാസത്തിന്റെ തെളിവാണ്. ഇത് ആശ്വാസത്തിന്റെ ദീനാണ്. ഇതെല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദീനാണ്. ഈ കൂട്ടര് അഥവാ ഈ വാഫി വഫിയ എന്ന് പറയുന്ന സംഭവം ഇതിപ്പോ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ സാധാരണ എപ്പോഴും പറയാറുള്ളത്, പരമാവധി പറയാറുള്ളത്, നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എന്തായാലും ഒരു പാർട്ടിയിലാവണം, എന്തായാലും ഒരു കൂട്ടത്തിലാവണം, എന്തായാലും ഒരു പ്രോട്ടോക്കോളും വിപ്പൊക്കെ വേണം എന്ന് സിദ്ധാന്തിക്കുന്ന ആളുകളോട് ഞാൻ സാധാരണ ഇതിൽ വിയോജിക്കുകയാണ്. ഒന്നാമത് നമ്മളൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ടി ഉണ്ടല്ലോ ഇതിനായിരിക്കും തന്നെ. നമ്മളെ പാർട്ടിന്റെ പേര് അപ്പൊ കുട്ടികളോട് ചോദിക്കണമായിരിക്കും, ചോദിക്കാൻ വയ്യ. ഈ ഇരിക്കുന്ന കുറെ ആൾക്കാർ ഇപ്പൊ കുട്ടികളല്ല, നേരത്തെ കുട്ടികളായിരുന്നു. ഞങ്ങൾ കുട്ടികളെന്നാ വിളിക്കല്. നമ്മുടെ പാർട്ടിന്റെ പേര് ഇസ്ലാം. നമ്മുടെ പേര് പാർട്ടിന്റെ പേരിൽ സുന്നി മുജാഹിദ് എന്ന് പറഞ്ഞ മാതിരി ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ ഇബ്രാഹിം നബി ഇട്ട പേരാണ്. ഇതിന്റെ ഭരണഘടന പരിശുദ്ധ ഖുർആൻ, നമ്മളെ ഇമാമ് ഖുർആന്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഒരു ഖുർആനും ഇമാമി എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. മരിച്ചതിന് ശേഷം നമ്മൾ ഖബറിലേക്ക് മയ്യത്തിന് ചൊല്ലിക്കൊടുക്കാറുണ്ട് ഒരു ഖുർആനും ഇമാമി. അത് ജീവിച്ചിരിക്കുമ്പോഴും നമ്മളൊന്ന് ഒന്നുകിൽ നമ്മൾ പരസ്പരം ചൊല്ലിക്കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക ഒരു ഖുർആനും ഇമാമി. അപ്പൊ അവിടെ ഭരണഘടന ഉണ്ട്, മാനിഫെസ്റ്റോ ഉണ്ട്, നയങ്ങളുണ്ട്, സമീപനങ്ങളുണ്ട്, നേതാവുണ്ട്. പള്ളിക്ക കിതാബ് പള്ളി ദർസിൽ പഴയ രീതിയിലനുസരിച്ച് ആ കിതാബുകളിൽ പോലും എല്ലാ സിലബസിലുള്ള അഖീദയുടെ വിശ്വാസ പ്രത്യയശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് വജിബ് നസ്ബുൽ ഇമാം. മുസ്ലിമീങ്ങളാവുമ്പോൾ അവർക്കൊരു ഇമാമൊക്കെ വേണം. അപ്പൊ എല്ലാ ഉള്ള ആൾക്കാരാണ് നമ്മള്. നമുക്ക് ഇമാമുണ്ട്, നേതാവുണ്ട്, പാർട്ടി ഉണ്ട്, പാർട്ടിക്ക് പേരുണ്ട്, ഭരണഘടനയുണ്ട്, മാനിഫെസ്റ്റോ ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോ എന്താ വേണ്ടത്? അപ്പോ നമ്മൾ ഈ സംവിധാനത്തെ ഇനിയൊരു വേറൊന്നായിട്ട് കാണേണ്ട കാര്യമില്ല. കുറച്ച് ആൾക്കാർ നോമ്പ് തുറക്കാൻ വന്നിരിക്കണ്, ചെറിയ ആളാണിത് അറിഞ്ഞിരിക്കുന്നത്. ഇത് വേറൊരു ഗ്യാങ് ഇത് വേണ്ട, വേറൊരു പാർട്ടി വേണ്ട, ഒരു കക്ഷിയില്ലാ കക്ഷിയായിട്ട് പോയാൽ മതി. എല്ലാരോടും ഇഷ്ടം, എല്ലാരോടും സ്നേഹം, എല്ലാരോടും അടുപ്പം, എല്ലാവരെയും സ്വീകരിക്കുക. അങ്ങനെ എല്ലാവരെയും സ്വീകരിക്കാം. ഫിഖഹിന്റെ കിതാബുകൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ മാന്യമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും അഭിവാദ്യം ചെയ്യുകയൊക്കെ വേണം. അതിന് ഒഴിവ് വളരെ കുറച്ച് ആൾക്കാരാണ്. ഉള്ളിൽ നിന്നുകൊണ്ട് പുഴുക്കുത്താകുന്ന ആൾക്കാർ, ഉള്ളിൽ പുഴുക്കുത്തുണ്ടാക്കുന്ന ആൾക്കാർ, അവരെ നമ്മളെന്താ പറയുക, പിന്നെ അകറ്റി നിർത്തുക. ആ അകറ്റി നിർത്തൽ വിജയിക്കാൻ വേണ്ടി അകറ്റി നിർത്തുക. വിജയിക്കൂലെങ്കിലോ കാര്യമില്ല. ഈ ഉള്ളിൽ ഇല്ലാത്ത അഭിപ്രായങ്ങളൊക്കെ ഉയർത്തിവിടുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങളാരും നിന്നോട് മുണ്ടൂല. അപ്പോ പേടിച്ചു, പടച്ചോൻ ഇനിയിപ്പോ എന്താ കാട്ടവരാരും എന്നോട് മുണ്ടൂലല്ലോ, അപ്പൊ ഇനിയിപ്പോ ഞാൻ ഏതായാലും എന്റെ അഭിപ്രായത്തിൽ നിന്നൊക്കെ പിന്മാറാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പലപ്പോഴും നേരെ മറിച്ച് അത് ശരി നിങ്ങളാരും എന്നോട് മുണ്ടൂലല്ലേ, എന്നാ ഞാൻ ഇനി ഏതായാലും ഇന്ന് പുനഃപരിശോധിക്കണം, ഞാൻ അതിത്തന്നെ നീറൊടിച്ചാണെങ്കിൽ സജ്ർ എന്ന് പറയും, അവനെ വിലക്കുക. ആ സജ്റിന് ഇൻസിജാറ്, അതിനെ തുടർന്ന് അവൻ പിന്തിയലുണ്ടാവണം. അത് ഫിഖഹിന്റെ കിതാബുകളും മുഹനി പോലത്തെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുക. ആളുകളെ ഉൾക്കൊള്ളുന്ന എന്തിനു വേണ്ടിയാണ്? ആളുകളോട് അള്ളാന്റെ ദീൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ശരി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ധാർമ്മിക നിയമങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അല്ലാതെ അവനിങ്ങോട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മളാരെങ്കിലും ഇനിയിപ്പോ പിന്നെ കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് യോമിൽ ഖിയാമ മത്സരിക്കാൻ പോണില്ല. നമുക്ക് ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് അവരുടെ അസ്തിത്വം സംരക്ഷിക്കാൻ സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ അവരെ പറഞ്ഞേക്കണം. ഭാഷയറിയുന്ന, പാണ്ഡിത്യമുള്ള, വ്യക്തിത്വമുള്ള, അള്ളാഹുവിനോടും അള്ളാന്റെ റസൂലിനോടും കൂറുള്ള ആളുകളെ പറഞ്ഞേക്കണം.
അത് നമ്മുടെ സ്വന്തം കാര്യമാണ്. അത് ഈ രാജ്യത്തെ അനുവദനീയാണല്ലോ. കാരണം നമ്മൾ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് രാജ്യത്തുള്ള നിയമങ്ങൾക്ക് വിധേയമായിട്ടാണല്ലോ. അപ്പൊ അത് വേണ്ടതാണ്. അപ്പൊ പിന്നെ അവിടെ കുറച്ച് ആൾക്കാർ വരെ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം പറയണ എനിക്ക് രാഷ്ട്രീയമില്ല, അപ്പോൾ രാഷ്ട്രത്തിലല്ലേ താമസിക്കുന്നത്? അപ്പൊ അള്ളാന്റെ റസൂല് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മൈക്കിൾ എച്ച് ഹാർട്ട് ഏതൊരാളുണ്ടല്ലോ, അദ്ദേഹം ചരിത്രം കണ്ട 100 ആളെ ലിസ്റ്റ് ചെയ്തപ്പോൾ ഒന്നാമതായിട്ട് അള്ളാന്റെ റസൂലിനെയാണ് ഉൾപ്പെടുത്തിയ. ആൾ ക്രിസ്ത്യാനിയോ ജൂതനോ മറ്റാണ്. എന്നിട്ടും അയാൾ അള്ളാന്റെ റസൂലിനെയാണ് ഒന്നാമത് എഴുതിയത്. അയാൾ അതിന് പറയുന്ന ന്യായം എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി യാ സയ്യിദി യാ റസൂലല്ലാഹ് സമന്വയത്തിന്റെ വക്താവാണ്. മതങ്ങൾക്ക് ഈ ജീവിതത്തിൽ കാര്യമൊന്നുമില്ല, മരിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറയുന്ന പരലോകത്തിന്റെ ആൾക്കാരും മതത്തിന്റെ ആൾക്കാരും അല്ല, പരലോകത്തിന്റെ ആൾക്കാരുമാണ്, ഇഹലോകത്തിന്റെ ആൾക്കാരുമാണ്. ഈ ജീവിതവും വരാനിരിക്കുന്ന ജീവിതവും സമന്വയിച്ചിട്ടുള്ള ആളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി യാ സയ്യിദി യാ റസൂലല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദിന് 1-ാം സ്ഥാനം കൊടുക്കുന്നതാണ് ഏകദേശം അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അള്ളാന്റെ റസൂലായിരുന്നല്ലോ രാജ്യം ഭരിച്ചിരുന്നത്, അത് രാഷ്ട്രീയമല്ലേ? സിദ്ദീഖ് എന്നവരാണല്ലോ പിന്നെ രാജ്യം ഭരിച്ചിരുന്നത്, അത് രാഷ്ട്രീയമല്ലേ? ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും അലി എന്നവരും ഒക്കെ ചെയ്തിരുന്നത് രാഷ്ട്രീയം തന്നെയാണ്. 5ാമത്തെ ഖലീഫ എന്ന് നമ്മൾ വാഴ്ത്തുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവർക്ക് വലിയ രാഷ്ട്രീയ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. അപ്പൊ രാഷ്ട്രീയമില്ല എന്ന് എങ്ങനെ പറയാ? ഒരു മുസ്ലിം എങ്ങനെ എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയാ? പിന്നെ പറയാനുള്ളത് ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ ഞാൻ പങ്കെടുക്കൂല എന്നാ. പിന്നെ എവിടെ പങ്കെടുക്കുക? ഈ രാഷ്ട്രീയത്തിൽ നീ ജീവിക്കുന്ന രാജ്യത്ത് ഏത് തരം രാഷ്ട്രീയമാണോ ഉള്ളത് ആ രാഷ്ട്രീയത്തിൽ നിന്റെ മതത്തിന്റെ പ്രിൻസിപ്പിളുകള് ഉസൂലുകള് ലംഘിക്കാതെ പങ്കെടുക്കണം. അത് പങ്കെടുത്തേ പറ്റുള്ളൂ. അത് ഞാൻ മൗലിയരാണ്, ഞാൻ പണ്ഡിതനാണ്, എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് ദീനിന്റെ നല്ലൊരു ഭാഗം ബാധകമല്ല എന്നാണ്. അങ്ങനെ ബാധകമല്ല എന്ന് പറയുന്ന ആളുകളെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അല്ലദീന ജഅലുൽ ഖുർആന ഇദീനാണ്. ഖുർആനിനെ പല ഭാഗങ്ങളാക്കി. അത് പിന്നെ രാഷ്ട്രീയമാണ്, അത് രാഷ്ട്രീയക്കാരും ഉണ്ടായിക്കോട്ടെ, ഇത് പിന്നെ ദീനാണ്, ഇത് നമ്മൾ അങ്ങനെ പിന്നെ ഭാഗിക്കുന്ന ആളുകൾ. അപ്പൊ തുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദിൻ. ഈ കിതാബിൽ പറഞ്ഞത് ചിലത് നിങ്ങൾ എടുക്കുന്നു, ചിലത് നിങ്ങൾ അവിശ്വസിക്കുന്നു. അതെങ്ങനെ പറ്റുക? വലിയ കടുത്ത ശിക്ഷ നിങ്ങൾക്ക് വരാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയത്തിൽ നിലപാടുമുണ്ട്. പിന്നെ ചിലർക്ക് അവിടെ എന്നാലും എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് വരെ പണ്ഡിത സംഘടന അവിടെ അത് കല്ലും നെല്ലും തിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ സാമ്പത്തിക കാര്യങ്ങൾക്ക് നമ്മൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അവര് സാമ്പത്തിക കാര്യമാണ് കൈകാര്യം ചെയ്യുക. അവർക്ക് അപ്പൊ പിന്നെ രാഷ്ട്രീയമല്ല. കലാപരമായ കാര്യങ്ങൾക്കാണ് ഒരു കൂട്ടർ സംഘടിച്ചിരിക്കണമെന്ന് വിചാരിക്കുക. അമ്മ അപ്പൻ എന്തായാലും പറഞ്ഞിട്ട് അവർക്ക് രാഷ്ട്രീയമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ സംഘടിച്ചിട്ടുള്ളത് കലാപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മതപരമായ ശരഈ വിധികൾ പറയാൻ വേണ്ടി അതിൻ്റെയൊക്കെ പിന്നെ ആത്യന്തിക ശരികൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സംഘടിതമായിട്ടുള്ള ഒരു സംഘടനയാണെന്ന് വിചാരിക്കുക. അവർക്ക് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ അവര് ആ പണ്ഡിത സംഘം എന്ന നിലക്ക് അല്ലെങ്കിൽ സാമ്പത്തിക സമിതി എന്ന നിലക്ക് കലാസമിതി എന്ന നിലക്ക് അവർക്ക് രാഷ്ട്രീയമില്ല. അവർ കലക്ക് വേണ്ടിയാണ്, എക്കണോമിക്സിന് വേണ്ടിയാണ്, പിന്നെ ശരീഅത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പണ്ട് പിന്നെ ബാഫഖി തങ്ങളുടെ പിന്നെ സ്മരണീയയിൽ ഞാൻ ഒരു സംഭവം വായിച്ചു തോർക്കുകയാണ്. ഒരു രാഷ്ട്രീയ മുന്നണി നാദാപുരം ഭാഗത്തുള്ള കീഴനൂർ എന്ന് പറയുന്ന വലിയ പണ്ഡിതനെ സമീപിച്ചു. കീഴനൂർ വലിയ ഇമാമായിരുന്നു. അദ്ദേഹത്തെ സമീപിച്ചിട്ട് അവർ പറഞ്ഞു, ഇപ്പൊ കുറച്ച് ആളുകൾ ദൈവനിഷേധികളോട് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കുന്നു, അതിനെതിരെ അങ്ങൊരു ഫത്വ തരണം. അദ്ദേഹം നിഷ്കളങ്കനാണോ ഒക്കെ ചോദിച്ചറിഞ്ഞു. എന്താണ് ഇപ്പൊ സംഭവം? ദൈവനിഷേധികളോട് കൂട്ടുകൂടാൻ പോകുന്നു. ഒരു നൈമിഷികമായ കൂട്ടുകൂടൽ ആരെ പണ്ട് നടത്തിയിട്ടുണ്ട്. അതിനെ പറ്റിയാണ് പറയണത്. അത് ആർക്കും വേണ്ടാത്തൊരു സാധനമാക്കി ഇങ്ങനെ പന്ത് തട്ടാൻ തീരുമാനിച്ചപ്പോ ഒരിടത്ത് നിന്ന് അസ്തിത്വം സ്ഥാപിച്ചതിന് ശേഷം നിലപാടിലേക്ക് വന്നു. ഇപ്പോഴാ പോക്കാ പോണത്. കീഴനൂർ ഇതെല്ലാം കേട്ടിട്ട് ശേഷം ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന തെറ്റ് ചെയ്തതാരാണ്?
അപ്പൊ അവർക്ക് നിവൃത്തിയില്ല. അവർ പറഞ്ഞു ബാഫക്കി തങ്ങളാണ്. ഉടനെ കീഴനൂർ പറഞ്ഞു ബാഫക്കി തങ്ങളാണില്ലേ, എങ്കിൽ പിന്നെ എനിക്കൊന്നും ഒരു പറയാനില്ല, അതിന്റെ ഇമാമ്, അതിന്റെ മുഫ്തി, അതിന്റെ മുജ്തഹിദ് ബാഫക്കി തങ്ങളാണ്. അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പൊ രാഷ്ട്രീയത്തിലെ ശരി തെറ്റുകൾ ബാഫക്കി തങ്ങൾ പറയണം. ഞാൻ പറയേണ്ടത് ശരീഅത്തിലെ കിതാബിലെ ശാഫി മദ്ഹബിലെ അതെന്നോട് ചോദിച്ചോളൂ, അതിലെ ഞാൻ പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയമുണ്ട്, നമുക്ക് ഇതിൽ ശരി തെറ്റുകളുണ്ട്. രാഷ്ട്രീയ പ്രക്രിയയിൽ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട്. പങ്കെടുക്കാതിരിക്കുന്നത് ആത്മഹത്യാപരമാണ്. തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത്. ജാഗ്രതയായിട്ട് പ്രവർത്തിക്കണം, ജാഗ്രതയായിട്ട് പ്രവർത്തിക്കണം. പണ്ട് നാട്ടിക ഉസ്താദിനോട് ഓറലഹു മർക്കദഹു ആരോ ചോദിച്ചു, നിങ്ങളിപ്പോൾ എങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക, നിങ്ങൾ മോലിയാരല്ലേ, മോലിയാമാർക്ക് രാഷ്ട്രീയം പറ്റുമെന്ന്. അപ്പൊ അദ്ദേഹം അതിന് അന്ന് പറഞ്ഞൊരു ഉത്തരമുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേ നാട്ടിക മൂസക്കൊഴിച്ചെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എനിക്കും കിട്ടിയിരിക്കണം സ്വാതന്ത്ര്യം, ഞാൻ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സമയം, ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, അതത് കോളേജുകളിൽ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ റമദാന്റെ സമയം കാര്യമായിട്ട് ഉപയോഗിക്കണം, കാര്യമായിട്ട് ഉപയോഗിക്കണം. കാരണം പണ്ട് ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞതുപോലെ ഇപ്പോ നമ്മളിവിടെ ജീവിക്കണോ ജീവിക്കണ്ടേ എന്നതാണ് പ്രശ്നം. നമ്മുടെ നിലനിൽപ്പാണ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശൈഖുന ഈ ശരീഅത്ത് സംരക്ഷണ കാലത്ത് പറഞ്ഞു, ഷാബാനു കേസും അനുബന്ധ സാഹചര്യവും, തറാവീഹ് 8ഓ 20ഓ എന്ന് തർക്കിക്കണമെങ്കിൽ ഉടലിൽ തല വേണ്ടടോ. ശൈഖുന ചോദിച്ചതാണ്, പത്രം ലഭ്യമാണ്, സൂക്ഷിക്കുന്നുണ്ട്. ശരിയാ, തറാവീഹ് 8ഓ 20ഓ എന്ന് തർക്കിക്കാൻ ആദ്യം മനുഷ്യന്റെ ഉടലിൽ തല വേണ്ടേ? കാരണം നാവ് കിടക്കുന്നത് തലമലാണല്ലോ. അപ്പൊ നിലനിൽപ്പിനെ തലയെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് വഫിയ പ്രവർത്തകർ, അത് അവരോട് മാത്രമല്ല, ഈ കേൾക്കുന്ന ആളുകൾ, ഇനി ആരൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് അവരോടൊക്കെ ഞാൻ പറയുന്നത്, വളരെ മാന്യമായിട്ട് ഉയർന്ന രീതിയിൽ അന്തസ്സായിട്ട് രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കണം. എന്തുകൊണ്ട് വോട്ട് ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണ്ട പറയണം. അഹമ്മദ് ഫൈസി നേരത്തെ പറഞ്ഞതുപോലെ കുറെ ആളുകൾ നമ്മുടെ ഈമാൻ തിന്നാൻ നടക്കുക, കുറെ ആൾക്കാർ നമ്മളെ ശരീരം തിന്നാൻ നടക്കുക. ഇവിടെ നമ്മൾ കിടന്നുറങ്ങിയിട്ട് എങ്ങനെ പറ്റുന്നത്? തീർച്ചയായിട്ടും പങ്കെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അത് നമ്മൾ ഒരു വോട്ട് പോയി ചെയ്യലല്ല, ധാരാളമായിട്ട് വിശാലമായിട്ട് ആളുകളെ ബോധവൽക്കരിക്കണം. നിങ്ങളൊക്കെ വിദ്യാഭ്യാസം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? താങ്കളിൽ ഒതുങ്ങാനാണോ? അങ്ങനെ പാടില്ലല്ലോ. ഞാൻ കുറെ പഠിച്ചു, ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? സമുദായമാണ്. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾ കുറച്ച് ആൾക്ക് ഫീസ് കൊടുത്തിരിക്കണല്ലോ എന്ന്. എന്നാ ഫീസ് നിങ്ങൾക്ക് നിങ്ങളെ പേര് ഇപ്പം കൊടുത്താൽ വരാം, എന്നിട്ട് അവിടുന്ന് പഠിച്ചുകൂടായിരുന്നോ? അപ്പോഴും സമുദായത്തിന്റെ റോള് ബാക്കിയാണ്. ഇപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞ മറുപടി അതാണ്, കുട്ടികളാട്ടോ അത് തമാശക്ക് പറയാണ്, ഞങ്ങളൊക്കെ ഫീസ് എടുത്ത് പഠിച്ചതല്ലേ. എന്നാ നിജ് പിന്നെ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും അതുപോലെ തിരുവനന്തപുരത്തു നിന്നൊക്കെ ഇവിടെയൊക്കെ വന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി എന്തിനാ അതിനൊക്കെ? നിന്റെ വാപ്പ തരുന്ന ഫീസ് വാപ്പാനോട് പോക്കറ്റുള്ള വെച്ചിട്ട് അവിടെ നിന്നിട്ട് വലിയ പണ്ഡിതനായിക്കൂടായിരുന്നോ? എന്തൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? സമൂഹം ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇപ്പൊ ഒന്നും സംഭവിക്കൂല, സംഭവിച്ചേക്കാം. ഫലസ്തീനിലെ കാര്യം നേരത്തെ ഇവർ പറഞ്ഞല്ലോ, ഒരു ചാഞ്ചല്യമില്ല, ഒരു ചാഞ്ചല്യമില്ല. ഞാൻ യാദൃച്ഛികമായിട്ട് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു കോൺവെക്കേഷൻ ചടങ്ങ് കണ്ടു. ഫലസ്തീനിലെ കുട്ടികളുടെ ഒരു യൂണിവേഴ്സിറ്റിയിലെ കോൺവെക്കേഷൻ ചടങ്ങാണ്. അപ്പൊ ഞാൻ കണക്കൂട്ടിയത് ഒന്ന് കണ്ടുവെക്കെ, എന്തായാലും വളരെ മ്ലാനമായിരിക്കും. കുട്ടികളൊക്കെ തുള്ളിച്ചാടിയാണ് പിന്നെ അവർ അധ്യാപകരെ പ്രകീർത്തിക്കുന്നത്, സ്ഥാനവസ്ത്രങ്ങൾ ഏറ്റുവാങ്ങുന്നത്, സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നത്, പിന്നെ റാങ്ക് നേടിയവരെ പിന്നെ കൊണ്ടാടുന്നത്. അവർക്കൊന്നുമില്ല, അവർ ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെയുള്ള ഒരു പീഡിത ജനവിഭാഗത്തിന് ഇത്രമേൽ ജീവിതം ആഘോഷിക്കാൻ എങ്ങനെ പറ്റും? ഈലിയ അബുമാദി പറഞ്ഞതുപോലെ കുട്ടികൾ വാഫി കോഴ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു കവിയാണ്, അത് ഫൽസഫത്തുൽ ഹയാ. ഈ ജീവിതം എന്ന് പറയുന്നത് അത് നൈമിഷികമായ സാധനമാണ്. ഈ ജീവിതം ഇത് മാത്രമാണെന്ന് വിചാരിക്കുന്നവനല്ലേ ബേജാറ്. ഇത് പെട്ടെന്ന് തീർന്നാൽ എത്രയും വേഗം പഠിച്ചവന്റെ അടുത്തെത്തിയാൽ ഒരു അല്ലലും അലട്ടില്ലാത്ത ജീവിതം പുൽകാം എന്ന് വിചാരിക്കുന്നവന് എന്ത് ബേജാറുള്ളത്?
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പിന്നെ ഇബ്രാഹിം നബിന്റെ റൂഹ് പിടിക്കാൻ മലക്ക് വന്നു അത്രേ. സലിമാം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, സമ്മതം ചോദിക്കാൻ പറഞ്ഞിരിക്കണേ, സമ്മതമാണോ? അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു എന്നാണ്, ഞാൻ അള്ളാന്റെ ഖലീലാണെന്നാ പറഞ്ഞത്, ഇഷ്ടത്തോഴൻ. എന്നിട്ട് പിന്നെ കൊല്ലുകയാണോ? അപ്പൊ മലക്കും സ്തംഭിച്ചു എന്നാണ്. തിരിച്ചു എന്ന് അള്ളഹാനോട് പറഞ്ഞു. ഇബ്രാഹിം നബി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അറഅയ്ത ഖലീലൻ യുമീതു ഖലീലഹു, ഒരു ഖലീൽ എങ്ങനെ ഖലീലിനെ കൊല്ല? ഒരു ഖലീൽ എങ്ങനെ ഖലീലിനെ കൊല്ല? ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയാണല്ലോ. അപ്പൊ അള്ളാഹ് ഉടനെ മറുപടി പറഞ്ഞു. ഇബ്രാഹിമിനോട് അലൈഹിസ്സലാം തിരിച്ചു നിന്നിട്ട് പറയേ, അറഅയ്ത ഖലീലൻ യക്റഹു അൻ യൽഖ ഖലീലഹു, അറഅയ്ത ഖലീലൻ യക്റഹു അൻ യൽഖ ഖലീലഹു. മറിച്ചാണ്ട് പറയും, ഖലീൽ എങ്ങനെ ഖലീലിനെ കൊല്ലുക എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ മറുപടി, ഖലീൽ എങ്ങനെ എത്രയും പെട്ടെന്ന് ഖലീലെ സംഗമിക്കാൻ, കാമുകനെ എന്നൊക്കെ പറയുന്ന മാതിരി പ്രേമഭാജനത്തെ എത്രയും പെട്ടെന്ന് ഈ ദുനിയാവിന്റെ കെട്ടുപാടുന്നൊക്കെ തിരിച്ചിട്ട് വേഗം എനിക്കെന്റെ ഇഷ്ടഭാജനത്തെ എന്റെ അള്ളാഹുവിനെ പുൽകണം എന്നല്ലേ വിചാരിക്കുക. അപ്പൊ ഇബ്രാഹിം നബിക്ക് നല്ല ഉത്തരം കിട്ടി, സമ്മതം കൊടുത്തു. അങ്ങനെ റൂഹിനെ പിടിക്കപ്പെട്ടു എന്നാണ് സലിമാൻ പറയുന്നതാണ്. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതം, ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, ഈ ജീവിതം നമുക്ക് ജീവിക്കാനുള്ളതാണ്. എത്ര അതിപ്പോ ആർക്കാ നിശ്ചയമുള്ളത്? ആർക്കപ്പം നിശ്ചയമുള്ളത്? ഇപ്പൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, നോമ്പ് അതിനും കൂടിയാട്ടോ. ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ച് ഇത് എവിടൊക്കെ പോയി പറ്റുന്നത്, ഏതൊക്കെ ഓട്ടകളാണ് അടയുന്നത് നോക്കാതെ കഴിച്ച് ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാൾ മരിച്ചിരിക്കുന്നു. എത്ര വയസ്സായിക്കണ? 23. എത്ര വയസ്സായിക്കണ? 28. ആരെപ്പോ പോകുന്ന ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ രസം എന്താണ്? ആ രസത്തെ പറ്റി നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ 67 വയസ്സായി. നമുക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുന്ന, ജീവിതത്തിൽ ഏറ്റവും രസം കിട്ടുന്ന കാര്യം എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ കുറെ സുഖങ്ങളാണോ? അല്ല, ഒരിക്കലും അല്ല. മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുക, അത്ര രസമുള്ള കാര്യം എന്താ ഉള്ളത്? ഒരാൾ കഷ്ടപ്പെടുമ്പോ ഒന്ന് നിവൃത്തി കൊടുക്കുക, അതിനേക്കാൾ രസമുള്ള കാര്യം എന്താണ്? നമ്മൾ പല ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നമ്മൾ പിന്നെ ഒരുപാട് കാലം ഓർത്തിട്ട് അത് നുണയാറുണ്ടോ? ഇല്ല. നമ്മളൊക്കെ ഒരുപാട് ശാരീരിക സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന കുറെ ആൾക്കാർ എനിക്കറിയാം, ഇവരുടെ ഒക്കെ കൂടെ നിന്ന് നന്നായി എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഓരോ തലക്കുന്ന് അന്ന് 1 ലക്ഷം തന്നത്, 2 ലക്ഷം തന്നത്, 10 ലക്ഷം തന്നത്, അതിപ്പോഴും ഒരു സുഖാനുഭൂതിയായിട്ട് അനുഭവിക്കുകയാണ്. ഇതാണ് നന്മയുടെ പ്രത്യേകത. മറ്റൊന്നും ഓർക്കണ്ടാവൂല, എപ്പോഴും മനസ്സിന് സുഖം. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പടച്ചോനെ, ഞാൻ ഇന്ന സംവിധാനത്തിന് അല്ലെങ്കിൽ ആ പട്ടിണി എടുക്കുന്ന ഇന്ന ആൾക്ക് ഇന്നത് കൊടുത്തല്ലോ എന്നുള്ളൊരു സുഖം. നേരെ മറിച്ച് ഞാൻ നന്നായി കിടന്നുറങ്ങി, നന്നായി ബിരിയാണി കഴിച്ചു, അതൊന്നും ഓർത്തിട്ട് ആരും രസിക്കൂല. രക്തക്കോയിലൊക്കെ അടഞ്ഞിട്ട് വേഗം യമപുരിക്ക് പോകും, വേറെ ഒന്നിട്ട് കിട്ടൂല റിസൾട്ടായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് ഈ ദീന് പിന്നെ ഖുർആനിലുള്ളതാണ്, സമയം ഒന്ന് പറഞ്ഞോ. പിന്നെ ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ, നമ്മൾ മറ്റ് സമൂഹങ്ങൾക്കിടയിൽ സാക്ഷികളാകേണ്ട ആൾക്കാരാണ്. അപ്പൊ സമയം കഴിഞ്ഞ് നിർത്തുകയാണ്. 6 മിനിറ്റും കൂടി ഉള്ള ഉത്തരം കൊടുക്കാനോ? കുറെ ദ്വാരക്കാൻ പറഞ്ഞതൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ ആരെങ്കിലും നിർവഹിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ പിന്നെ ബന്ധപ്പെട്ടവരും ഉത്തരവാദപ്പെട്ടവരും ഒപ്പം നിൽക്കേണ്ടവരും നിൽക്കുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് പറയണം. ഒന്നിലിപ്പോൾ ഞാൻ ഊന്നി പറഞ്ഞത്, ഈ ദീന് ലളിതമാണ്, സുന്ദരമാണ്. പിന്നെ ഇത് മറ്റുള്ളവരെ ഒക്കെ പരമാവധി ആൾക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു ചിന്തയാണ്. ഉൾക്കൊള്ളുക എന്ന് പറയുന്ന അർത്ഥം നിലപാടില്ല എന്നല്ല, സ്വന്തം ആദർശ നിലപാടുകളിൽ. ഇപ്പോഴിവിടെ പാട്ട് പാടിയല്ലോ, സമസ്തയാം സരണിയിൽ ശക്തിയാകണം. അതൊരു സരണിയാണ്, ഒരു മാർഗമാണ്, ഒരു ചിന്താ പദ്ധതിയാണ്, ഒരു ശരിയാണ്. ആ ശരിക്ക് അശരി എന്ന് പറയുന്ന ഒരു പിന്നെ 1000 കൊല്ലത്തിന്റെ പിന്നിക്കളാണ് കൂടെ. മാനാലയോ അസാഹിബാണ് നബിന്റെ കാലം തൊട്ടുള്ളതാണ്, അതിന്റെ കൂടെയാണ്. അത് ചില സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു തമാശ ഉണ്ടായി. മോലിയർ സലാം വീടി വെക്കുമ്പോൾ ഒരു ചെറുക്കൻ പിന്നിൽ, അപ്പൊ എന്താണ് അജിന്റെ പിന്നാലെ ഇന്നെന്തിനാണ് തുടർന്നിരിക്കണത്? മോലിയർ ഒരു ഗ്രൂപ്പാണ്, കുട്ടി വേറെ ഗ്രൂപ്പാണ്. സലാം വീടി വെക്കുമ്പോൾ എതിർ ഗ്രൂപ്പുകാരൻ ഇയാളെ തുടർന്നിരിക്കണേ, ഇജെന്താണ് എന്നെ തുടർന്ന് നിസ്കരിക്കണത്? അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനിപ്പോ തൽക്കാലം ഒരു പരിഹാരവും മറുപടിയില്ല.
ഇനി പറയാൻ ബാക്കിയുള്ളത് സ്ത്രീ ശാക്തീകരണം. സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഇവിടെ ധാരാളമായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ പറയപ്പെട്ടതുപോലെ ഫൈസൽ പറഞ്ഞതുപോലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് വഫിയ കോഴ്സാണ്. അല്ലെങ്കിൽ കുറെ കൂടി ബുദ്ധിപരം അതായിരിക്കും. പെൺകുട്ടികൾ ഉമ്മ മദ്രസത്തുൻ, ഉമ്മ എന്ന് പറഞ്ഞത് മദ്രസയാണ്. നമ്മൾ ഒരു ആൺകുട്ടിയെ പഠിപ്പിച്ചാൽ ഒരു കുട്ടിയെ പഠിപ്പിച്ചു, ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ചാൽ ഒരു സ്കൂൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പാഠശാല ഉണ്ടാക്കി, ഒരു വഫിയ കോളേജ് ഉണ്ടാക്കി. നമുക്ക് മുന്നോട്ട് പോകണം. അഡ്മിഷനാണ്. ഈ അഡ്മിഷൻ സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എടുത്ത കുട്ടികളെയൊക്കെ ഒന്ന് എടുത്ത കണക്കനുസരിച്ച് ഓർബിറ്റ് ലീഡേഴ്സിനെ വിളിച്ചു. സംസ്ഥാനത്തെ പല ഓർബിറ്റുകൾ പോക്കറ്റുകളാക്കി വെച്ചിരിക്കുകയാണ്. അതിനൊക്കെ ലീഡർമാരുണ്ട്. 100-160 ഓർബിറ്റുകളുണ്ട്. അവിടെ നിന്നുള്ള ആളുകളെ വിളിച്ചു. ഒന്ന് ഇവിടെ തിരൂർ സംഗമത്തിൽ വെച്ചായിരുന്നു പെൺകുട്ടികളുടേത്, വളാഞ്ചേരി വെച്ചിട്ടായിരുന്നു ആൺകുട്ടികളുടേത്. അപ്പം അവർ ഒക്കെ ഏകദേശം SLC കഴിയുന്ന കുട്ടികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങളിപ്പോൾ പ്രതിസന്ധിയിലാണ്. കാരണം കുട്ടികൾ പറഞ്ഞ എണ്ണത്തിൻ്റെ 4/1 കുട്ടികൾ അപേക്ഷിക്കുകയാണെങ്കിൽ അവരെ എവിടെ അഡ്മിറ്റ് ചെയ്യും? കോളേജുകളിൽ തികയില്ല. പക്ഷെ എന്നാലും നിങ്ങളെല്ലാവരും വാഫികളും വഫിയകളും ബന്ധപ്പെട്ടവരും സഹോദരങ്ങളും ഇതിനൊക്കെ താങ്ങി നിൽക്കുന്ന ആൾക്കാരും, അതൊക്കെ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഞാൻ എൻ്റെ കാര്യം പറയാന്നുള്ളതല്ല, തിരൂർ താഴെപ്പാലം ഇതൊക്കെ ഒരു വല്ലാത്ത കേന്ദ്രമാണ്. നമുക്കൊക്കെ ഒരുപാട് ആത്മവിശ്വാസവും ഇത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് പ്രചോദനം കിട്ടിയ ഒരു പോക്കറ്റാണ്. അപ്പൊ നമ്മളൊക്കെ ഒത്തൊരുമിച്ച് ഈ അഡ്മിഷന് വേണ്ടി പ്രവർത്തിക്കണം. കാരണം നമ്മൾ ഈ കുട്ടിക്ക് സീറ്റ് കിട്ടിയോ എന്നിട്ട് പിന്നെ അവൻ പഠിച്ച് പൂർത്തിയാക്കിയോ അന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുട്ടിയോട് സാധാരണ പറയുന്ന ഉദാഹരണം, ഒരാളെ തെങ്ങ് തുറക്കാൻ വിളിച്ചു. അയാൾ വൈകുന്നേരമായി 850 രൂപ കൂലി കിട്ടി തിരിച്ചുപോയി. കുറെ കാലം കഴിയുമ്പോൾ അയാൾ ഇങ്ങനെ കാലത്തിരിക്കും, ഞാൻ അന്നൊരു കാക്കാൻ്റെ തെങ്ങ് തുറക്കാൻ പോയിരുന്നു, വളം പിടിച്ചോന്നാവും, തേങ്ങ നന്നായി കഴിച്ചോന്നാവും. അന്നിപ്പോൾ അയാളായിരിക്കില്ലല്ലോ. നമ്മൾ വൈകുന്നേരം ആയാലും റൊക്കം അള്ളാഹുവിൽ നിന്ന് കൂലി വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ അള്ളാഹിൻ്റെയൊക്കെ ആരെങ്കിലും ഒരാളെ നന്നാക്കാനുള്ള നിമിത്തമാകാൻ തയ്യാറായി പടച്ചോൻ്റെയൊക്കെ കൂലി വാങ്ങാൻ തീരുമാനിച്ചാൽ ആളുകളൊക്കെ പ്രവർത്തിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സമയം ഇല്ലാത്തതുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.